ഇങ്ങനെ അള്ളാഹു ഇത് സൃഷ്ടിച്ചിട്ട് പരിപാലിക്കുന്നില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ അമ്പലക്കട ഉസ്താദും അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഊന്നി സംസാരിച്ചത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ മുമ്പിലേക്ക് പോയപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിർഔൻ ചോദിക്കുന്നുണ്ട്. മെറ്റാഫിസിക്സിനെ ഫിസിക്സ് കൊണ്ട് എതിരിടാൻ ശ്രമിച്ച ആദ്യത്തെ ചരിത്രത്തിലെ റോൾ മോഡൽ ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ ഭൗതികവാദി ഫിർഔൻ എന്ന് ഞാൻ പറയുന്നത്. അതൊരു അക്കാദമികമായി എത്രത്തോളം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ മിറാക്കിൾസ്, മൂസ അലൈഹി സ്വലാം തന്റെ കയ്യിലുള്ള വടി കൊണ്ട് പാമ്പാക്കുമ്പോഴും കൈയെടുത്തിട്ട് പ്രകാശിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അത്യാദി മോചിതത്തുകൾ കാണിക്കുമ്പോഴും അതിനെ ബ്ലാക്ക് മാജിക് കൊണ്ട് മറികടക്കാൻ, അതിനെ പദാർത്ഥപരമായിട്ടുള്ള പരിധിയിൽ നിന്നുകൊണ്ട് ഉല്ലംഘിക്കാൻ ശ്രമിച്ചിട്ട് ഞാനാണ് അതിന്റെ മീതെ എന്ന് പറഞ്ഞ ആളാണ് ഫിർഔൻ ആൾ ദൈവമാണ് എന്ന് ഫിർഔനൊരു ട്രോള് പറഞ്ഞതാണ്. അന റബ്ബുക്കുമുൽ അഅല, എന്നെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആൾ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിരീശ്വരവാദികൾ കുറെ ആളുകൾക്കെതിരെ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. ഈ ആൾ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിലെ ആൾ ദൈവം തന്നെയാണ് എതിർക്കുന്നവർ. ശാസ്ത്രമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തെ ഒരു മതമാക്കുകയും ആ ശാസ്ത്രത്തിന്റെ സയന്റിസം പ്രഘോഷിക്കുന്ന അതിന്റെ ആചാര്യനെ ദൈവമാക്കുകയും അതിന്റെ ഏജൻസികളെ മാലാകമാരാക്കുകയും പ്രചാരകരെ പ്രവാചകന്മാരാക്കുകയുമാണ്. വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ഫിർഔൻ ആരാണ് നിങ്ങളുടെ രക്ഷിതാവ്? മൻ റബ്ബുകുമായ മൂസ, ആരാണ് രക്ഷിതാവ് എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ നിരത്തിയല്ലോ. ഈ ദൈവത്തെ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് രണ്ട് വാദമാണ് അവിടെ ഉള്ളത്. ഒന്ന് ആകസ്മികതാവാദവും മറ്റൊന്ന് നാച്ചുറൽ സെലക്ഷനും, പ്രകൃതി നിർദ്ധാരണവും. അത് രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള മാക്സിയൻ ഭൗതിക ശാസ്ത്രവും. അതിന്റെ താത്വികമായ അവലോകനം വീണ്ടും ഞാൻ സ്വയം ഒരു വ്യർത്ഥത ഇവിടെ സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ സ്വദേശപരമായിട്ടുള്ള എന്ന് പറയുന്ന സൃഷ്ടിപ്പും അതിന്റെ മാർഗദർശനവും പ്രദാനിച്ച ഒരു റബ്ബ് ഇവിടെ ഇല്ല എന്ന് വന്നാൽ പിന്നെ അഭയമായി നമുക്ക് പറയേണ്ടി വരുന്ന രണ്ട് കൺസെപ്റ്റുകളാണ്. ഒന്ന് ആകസ്മികതാവാദവും മറ്റൊന്ന് പ്രകൃതി സ്വയം നിർദ്ധാരണവാദവും. പിന്നെ അത് രണ്ടിന്റെയും ഇടയിൽ തീസിസും ആന്റി തീസിസും കൂടുമ്പോഴുണ്ടാകുന്ന സിന്തസിസ് എന്ന് പറഞ്ഞതുപോലെ ആ ആശയവാദത്തിന്റെയും ആ അനുഭവവാദത്തിന്റെയും ഇടയിലുള്ള രണ്ടിന്റെയും മിക്സ് ആയിട്ടുള്ള മാർക്സിയൻ ഭൗതികവാദവും. ഇവിടെ നോക്കൂ, അവിടെ വേറൊരു പ്രശ്നം കുറച്ചുകൂടി നിങ്ങളൊന്ന് ആലോചിക്കൂ. നേരത്തെ ഇവിടെ ചില ഉദാഹരണം പറഞ്ഞു. ഞാനപ്പോൾ ആലോചിക്കുകയായിരുന്നു ചില അള്ളാഹുവിൻ്റെ അതിസൂക്ഷ്മമായ സംവിധാനങ്ങൾ. നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ പറയട്ടെ. ഇപ്പോൾ സൂര്യൻ ഭൂമിയിൽ നിന്നും എത്ര ദൂരം അകലെയാണ്? 12,95,770 കിലോമീറ്റർ മുകളിലാണ് ഭൂമിയുടെ സൂര്യനുള്ളത്. അപ്പുറത്തേക്ക് പോയാലുള്ള പ്രശ്നവും ഇപ്പുറത്തേക്ക് പോയാലുള്ള പ്രശ്നവും ഉസ്താദ് പറഞ്ഞു. ഭൂമി 23 ഡിഗ്രി 27 സെക്കൻഡ് ചെരിഞ്ഞിട്ടാണ്. അത് ചെരിവ് നേരിയം അപ്പുറത്തേക്ക് പോയാലും ഇപ്പുറത്തേക്ക് പോയാലും കാലാവസ്ഥ സന്തുലിതത്വം ഉണ്ടാവുകയില്ല. 8% ഓക്സിജൻ, 21%. ഓക്സിജൻ കൂടിയാൽ തീ കത്തും, കുറഞ്ഞാൽ തീരെ ഇല്ലാതായാൽ ഓസോൺ ലെയർ ഉണ്ടാവില്ല, നേരെ അൾട്രാവയലറ്റ് വന്ന് ഇല്ലാതെയായി പോകും. ഇപ്പോൾ ബാക്കി എല്ലാം കൂടി 1% ഉള്ളൂ. ഇതൊക്കെ ആകസ്മികമാണോ അല്ലെങ്കിൽ ഇതൊക്കെ സ്വയം അതിന്റെ അളവ് കണ്ടെത്തിയതാണോ? അതിന്റെ ഉള്ളിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം. ഇനിയോ ചില സൂക്ഷ്മമായ ജീവികൾക്ക് പോലും ഇപ്പോൾ നമ്മൾ വെറുതെ കോളേജിലൊക്കെ ഇരിക്കുമ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പൂച്ചകളെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? പൂച്ചകൾ പെൺപൂച്ചയാണെങ്കിൽ ഒരു നിശ്ചിത വയസ്സാകുമ്പോൾ ആൺപൂച്ച ഏതോ കാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ കൂട്ടിൽ നിന്നോ വരികയാണ്. ആരാണ് അതിൻ്റെ ഇടയിൽ ദല്ലാൾ ബ്രോക്കർ? അറിയില്ല. അല്ലെങ്കിലോ ഒരുപാട് ഉദാഹരണമുണ്ട്. നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ ചിന്തിച്ചാൽ നമുക്കറിയാമല്ലോ. ആർട്ടിക് ടേൺ പറവകൾ, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് 18,000 കിലോമീറ്റർ പറക്കുന്ന പറവകളാണ്. 18,000 കിലോമീറ്റർ. എന്നിട്ടോ ഇവിടെ വന്ന് മുട്ടയിട്ട് തിരിച്ചു പറക്കുമ്പോൾ ഈ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് മുമ്പിൽ പറക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാ വന്ന വഴി മനസ്സിലാകുന്നത്? 65 കിലോമീറ്റർ അപ്പുറത്തുള്ള നന്ദിയിൽ നിന്ന് ഞാനിവിടെ എത്തുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുകയായിരുന്നു. നിവൃത്തിയില്ല. 18,000 കിലോമീറ്റർ ആ പറവകൾ വന്ന വഴിയെ തിരിച്ചുപോയി എന്നല്ല, പറവയുടെ മക്കളാണ് മുന്നിൽ പറക്കുന്നത്. സാൽമൺ മത്സ്യങ്ങൾ, ഒരുപാട് മത്സ്യങ്ങളുണ്ടല്ലോ. വിവിധങ്ങളായ നദികളിൽ നിന്ന് പസഫിക്കിലേക്ക് വന്നിട്ട് 4 കൊല്ലം സഞ്ചരിച്ചിട്ട് 32,000 കിലോമീറ്റർ ഏറെക്കുറെ അനുമാനം സഞ്ചരിച്ചിട്ട് തിരികെ വന്ന നദികളിലേക്ക് തന്നെ എത്തുകയാണ്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ.
സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അതിന് കൃത്യമായ മാർഗദർശനവും നൽകി. ഈ കൃത്യമായ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കാതിരിക്കുമ്പോഴാണ് നമ്മളതൊക്കെ ലക്കി ആക്സിഡന്റൽ എന്ന് പറയേണ്ടി വരുന്നത്. ലക്കി ആക്സിഡന്റൽ എപ്പോഴും സംഭവിക്കുമോ? എപ്പോഴും സംഭവിക്കുകയാണെങ്കിൽ അതിന് ആക്സിഡന്റൽ എന്ന് പറയുമോ? അല്ല, അത് ആകസ്മികമാണെങ്കിൽ ആകസ്മികതയ്ക്ക് എങ്ങനെയാണ് പൊതുതത്വം ഉണ്ടാവുക? ഏറെക്കുറെ ഞാൻ ഇതുപോലെയുള്ള വേദികളിൽ ആവർത്തിക്കുന്ന ഒരു വിഷയമാണ്. ഈ ആകസ്മികവാദത്തിന് എങ്ങനെയാണ് പൊതുതത്വം ഉണ്ടാവുക? ഒരിക്കലും പൊതുതത്വം ഉണ്ടാവാതിരിക്കുമ്പോഴല്ലേ ആകസ്മികത എന്ന് പറയുന്നത്. പറഞ്ഞ ഉദാഹരണം തന്നെ പറയട്ടെ. ബാലരമയിലെ ശിക്കാരി ശംഭുവിനെ ഓർത്തു നോക്കൂ. ആകസ്മികമായി ഹീറോ ആകുന്ന ആളല്ലേ, പേടിത്തൊണ്ടനാണ്, എപ്പോഴും വലിയ ടാസ്ക് ഏറ്റെടുക്കേണ്ടി വരും, പേടിച്ചോടും, രക്ഷപ്പെടും. എപ്പോഴും ശിക്കാരി ശംഭു രക്ഷപ്പെടും. ഇവിടെ ജമ്പനും തുമ്പനും എടുത്തു നോക്കൂ. തുമ്പൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഡിറ്റക്റ്റീവ് പോലീസല്ലേ, പേടിത്തൊണ്ടനല്ലേ, തീരെ ബുദ്ധിയില്ലാത്ത കഥാപാത്രമല്ലേ, എന്തൊക്കെയെ കാട്ടിക്കൂട്ടും, രക്ഷപ്പെടും. അതിനല്ലേ ആക്സിഡന്റൽ എന്ന് പറയുന്നത്. ഇനി ശിക്കാരി ശംഭുവിനെയും ഈ തുമ്പനെയും അല്ലെങ്കിൽ ജമ്പനെയും നമ്മൾ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഏത് സിദ്ധാന്ത പ്രകാരമാണ് ശിക്കാരി ശംഭു നിങ്ങൾ എപ്പോഴും ഹീറോ ആകുന്നത് എന്ന് ചാനലുകാരൻ ചോദിച്ചാൽ ശംഭു എന്താ മറുപടി പറയാ? ഏത് സമവാക്യമാണ് ഉദ്ധരിക്കുക? തുമ്പൻ എന്താ മറുപടി പറയാ? ഏത് സമവാക്യമാണ് ഉദ്ധരിക്കുക? അപ്പോ സമവാക്യങ്ങൾ ഉദ്ധരിക്കാൻ കഴിയാത്ത, നിയതമായ നിർണയങ്ങളില്ലാത്ത പ്രതിഭാസങ്ങൾക്കല്ലേ ആകസ്മികത എന്ന് പറയുന്നത്. ആ ആകസ്മികത എപ്പോഴും നിയതമാകുമോ? എപ്പോഴും കൃത്യമാകുമോ? എപ്പോഴും കൃത്യമാകുമോ? സ്വയം നിർദ്ധാരണത്തിലേക്ക് പോകാൻ വരട്ടെ. ഇവിടെ ഒരു പൂമഴ വർഷിച്ചു. ഒരു സിദ്ധൻ വന്ന് പൂമഴ വർഷിച്ചു. ആ പൂമഴയിൽ തെളിഞ്ഞു വന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന്. ഭയങ്കര കറാമത്തിന് ഒരു പക്ഷേ നമുക്ക് മിറാക്കിൾസ്, ആകസ്മികതയുടെ അരികിലൂടെ പോകുന്ന വേറൊരു പാരിപ്രേക്ഷ്യമുള്ള ഒരു സംഗതിയായിട്ട് മനസ്സിലാക്കാം. രണ്ടാമതും കുടഞ്ഞു, അപ്പോഴും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് വന്നു. രണ്ടാമത് വന്നാലും ചിലപ്പോൾ ചില കളിക്കാരുണ്ട്, ചില ബേക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പന്ത് യാ അല്ലാ എന്ന് പറഞ്ഞ അടിച്ചാൽ ചിലപ്പോൾ ഗോളൊക്കെ ആയിപ്പോകും. അപ്പൊ അത് കാലക്കേടിന് ഗോളായതാന്ന് പറയും. പക്ഷെ പിറ്റേന്നും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. അപ്പൊ പിന്നെ ആൾക്കാർ ഡൗട്ട് വെക്കും, അവന്റെ കാലിനെന്തോ പ്രത്യേക ബിരുദുണ്ടോ? നാലാമതും അഞ്ചാമതൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ ആരും അതിനെ സംബന്ധിച്ച് പരിഹസിച്ച് പറയില്ല, അങ്ങനെ ഒരു സിദ്ധി അവനുണ്ട്, അത് പിന്നെ ഗോളടിക്കുന്ന ഗോളി ചിലാവട്ട് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ആകസ്മികത പരിധിയൊക്കെ അങ്ങ് ലംഘിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു പെയിന്റ് മറിഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ മനോഹരമായിട്ട് മലപ്പുറം ഡിസ്ട്രിക്ട് തെളിഞ്ഞു വന്നു. രണ്ടാം ഘട്ടത്തിലും മലപ്പുറം ആകുന്നു, മൂന്നാം ഘട്ടത്തിലുമാകുന്നു, നാലാം ഘട്ടത്തിലുമാകുന്നു. ഇങ്ങനെ എപ്പോഴും ഈ താളാത്മകമായി മാത്രം സംഭവിക്കുമ്പോൾ അത് പിന്നെ ആക്സിഡന്റൽ അല്ല. മറ്റൊരു പ്രശ്നം, ഈ ആക്സിഡന്റൽ വാദത്തെക്കാളും ചെറിയൊരു സൂക്ഷ്മമായ അബദ്ധം ഈ നാച്ചുറൽ സെലക്ഷൻ ഉള്ളത്. നാച്ചുറൽ സെലക്ഷൻ നാച്ചുറൽ അല്ല എന്നുള്ളതാണ്. കാരണം പ്രത്യേകം ലക്ഷ്യത്തിലേക്ക് പോകുന്നില്ലെങ്കിലും കൂടുതൽ സൗകര്യമുള്ളതിലേക്ക് പോവുക എന്ന് പറഞ്ഞ ആ തത്വം ഒരു പ്രീ വെസ്റ്റഡ് പ്രീ ഇൻട്രസ്റ്റ് അല്ലേ? എങ്ങനെയാണ് അങ്ങനെ തത്വം ആവിഷ്കരിക്കാൻ കഴിയുക? നമ്മൾ മഹാനായ സയ്യിദ് റമദാൻ ബൂത്തി കുബറൽ യഖീനിയാത്തുൽ കൗനിയയിൽ കൊടുക്കുന്ന ഉദാഹരണം, ഇലിയഡിന്റെ ഹോമർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേൾഡ് ക്ലാസിക് കവിത, അതിന്റെ കടലാസുകൾ നമ്മളിങ്ങനെ വലിച്ചു കയറിയിട്ട് നമ്മളങ്ങ് എറിഞ്ഞു. നമ്മളങ്ങനെ എറിയുമ്പോൾ യാദൃശ്ചികമായി ആ കടലാസ് നുറുക്കുകളൊക്കെ കൂടിച്ചേർന്ന് വന്ന് നേരത്തെ അമ്പലക്കട ഉസ്താദ് അബൂ ഹനീഫ ഇമാം പാലം കടന്ന ആ സംഭവത്തിന്റെ വേറെ ഉദാഹരണം തന്നെയാണ്. ആ കടലാസ് കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് കൂടി വന്ന് ലാസ്റ്റ് ഇലിയഡിന്റെ ഹോമറിന്റെ ഇലിയഡായി, അല്ലെങ്കിൽ ഏതെങ്കിലും വേൾഡ് ക്ലാസിക് സാഹിത്യ സൃഷ്ടിയായി, കവിതയായി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി എന്ന് വന്നാൽ അത് ആക്സിഡന്റൽ എന്ന് പറയാം. രണ്ടാമതും മൂന്നാമതുമായാൽ ആക്സിഡന്റൽ അല്ല. ഇനി ഹോമറിന്റെ അവിടെ വേറെ പ്രശ്നം, അതാണ് ഞാൻ നാച്ചുറൽ സെലക്ഷനെ ഖണ്ഡിക്കാൻ ഇതാണ് പറയുന്നത്. ഇവിടെ ഈ കടലാസ് കഷ്ണങ്ങൾ എറിയുമ്പോൾ ഇത് ഹോമറിന്റെ ഇലിയഡ് ആവേണമേ എന്നുള്ള ഒരു ആദ്യ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ സ്വാഭാവികമായ നിർദ്ധാരണമാകും? അതും പ്രശ്നമാണ്. സ്വാഭാവിക നിർദ്ധാരണവാദം ശരിയല്ല. മാത്രമല്ല, ഞാനതിന്റെ പരിണാമത്തെ ഖണ്ഡിക്കുന്ന ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. ആവശ്യമാണെങ്കിൽ പോകാം. ആ സ്വാഭാവിക നിർദ്ധാരണത്തിന്റെ അടിസ്ഥാനമായി പറയുന്ന സംഗതികളൊന്നും ശരിയല്ലതാനും. കാരണം അർഹതയുള്ളത് അതിജീവിക്കുന്നു പറയും, അർഹതയില്ലാത്തത് എത്ര അതിജീവിക്കുന്നു. സയന്റിഫിക്കലി അർഹത കൂടുതലുള്ളത്, അതിന് പുതിയ വ്യാഖ്യാനമായിട്ട് ഏറ്റവും പുതിയ
പൊടിതട്ടി വരുന്ന ഡാർവിനിസ്റ്റുകൾ പറയുന്നത് ബാക്കിയായത് അർഹതയുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ പോരെ എന്ന്. ഓക്കെ, മനസ്സിലാക്കാം, ലോജിക്കലി ഓക്കെയാണ്. പക്ഷേ എന്താണ് പ്രശ്നം? അത് സയന്റിഫിക്കലി പ്രൂവഡ് അല്ല. കാരണം ശാസ്ത്രത്തിന് കൃത്യമായ അളവ് ആവശ്യമാണ്, കൃത്യമായ ക്വാണ്ടിറ്റി വേണം, ക്വാളിറ്റി വേണം. അപ്പൊ ആ കണ്ടന്റ് അനുസരിച്ച് കൂടുതൽ ഏതാണ് സർവൈവലിന് ഫിറ്റ് എന്ന് ശാസ്ത്രത്തിന്റെ നിർവചനമായിരിക്കില്ല ഒരിക്കലും. ഈ പറഞ്ഞ അതിജയിച്ചതാണ് അർഹൻ എന്ന് ഇപ്പുറത്ത് വെച്ച് മനസ്സിലാക്കിയാൽ പോരെ എന്ന വാദം. ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ കരുത്തുള്ളത് ഒരു പക്ഷേ നശിച്ചു പോകുന്നുണ്ട്, കരുത്തില്ലാത്തത് ബാക്കിയാകുന്നുണ്ട്. മാത്രവുമല്ല, ഇതെല്ലാം ഇങ്ങനെ അർഹതയുള്ളതിനെ മാത്രം അവശേഷിപ്പിക്കാനാണ് വന്നതെങ്കിൽ പ്രകൃതിക്ക് ആദ്യമേ തന്നെ അർഹതയുള്ളതിനെ മാത്രം സൃഷ്ടിച്ചാൽ പോരായിരുന്നോ? അർഹതയില്ലാത്തതിനെ എന്തിനാണ് സൃഷ്ടിക്കുന്നത്? ഏത് നിമിഷവും മരിക്കാമെന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള യാഥാർത്ഥ്യം, ജീവൻ ഇല്ലാതെയാകാമെന്ന് പറയുന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം ആ ജീവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നിരിക്കെ ജീവിക്കുന്നു എന്നുള്ളതല്ലല്ലോ അത്ഭുതം, മരിക്കുന്നില്ലല്ലോ എന്നുള്ളതല്ലേ അത്ഭുതം, ചാവുന്നുണ്ട് എന്നുള്ളതല്ലല്ലോ അത്ഭുതം, ചാവുന്നില്ലല്ലോ എന്നുള്ളതല്ലേ അത്ഭുതം. അടിസ്ഥാനപരമായി അതിന്റെ നാശമാണ് കൂടെയുള്ളത് എന്ന വാസ്തവം ഉണ്ടായിരിക്കെ തന്നെ, മരണം എന്നുള്ളത് ഒരു നിഷേധ സത്യമാണെന്നിരിക്കെ തന്നെ അർഹതയുള്ളതിന്റെ അതിജീവനം എന്ന് പറയുന്നതിന്റെ അർത്ഥരാഹിത്യം എത്ര വലുതാ! എങ്ങനെ പിന്നെ മരണം സംഭവിക്കും? ഇനി ഇതിന്റെ ഇടയിലേക്ക് വരുന്ന നമ്മൾ ഭൗതികവാദത്തെ തള്ളുമ്പോൾ ഒരു കൂട്ടർ കൂടി വരുന്നുണ്ട്. ആ കൂട്ടരാണ് സയന്റിഫിക് റാഷണലിസ്റ്റുകൾ അല്ലെങ്കിൽ സയന്റിഫിക് ഏത്തിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന മാർക്സിയൻ ഭൗതികവാദികൾ. ഞാൻ അവരെ വ്യക്തിപരമായ പേരെടുത്ത് വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നാസ്തികന്മാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പ്രത്യേകമായൊരു ഐഡിയോളജി ഇല്ലാത്തവരാണ്. ആ ഉള്ളവരിൽ രണ്ട് കൂട്ടരാണുള്ളത്. ഒന്ന് ആന്റി ഇസ്ലാമിസ്റ്റുകൾ. അവർക്ക് പ്രത്യേകിച്ചിട്ട് എന്താണ് ഭൗതികത, നാസ്തികത, യുക്തിവാദം അതൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. അവർക്ക് ഖുർആനികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് അനുഭവപരമായിട്ടുള്ള ചില ധാരണകളുണ്ട്, ഇല്ലെന്ന് നാം പറയുന്നില്ല. മറ്റൊന്നുള്ളത് സയന്റിഫിക് ഹ്യൂമനിസ്റ്റുകളാണ്. മറ്റൊന്നുള്ളത് സയന്റിഫിക് മെറ്റീരിയലിസ്റ്റുകൾ അല്ലെങ്കിൽ സയന്റിഫിക് റാഷണലിസ്റ്റുകളാണ്. ഞങ്ങളുടേതാണ് ശാസ്ത്രീയ ഭൗതികവാദം എന്ന് പറയുന്നവരാണ് മാർക്സിയൻ ഭൗതികവാദികൾ.